ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം ഹിസ്റ്ററിയുടെ തേർഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളിനി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ വാട്സപ്പിൽ ഒന്ന് വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ, പെയ്ഡ് നോട്ട്സാണ്. നോക്കാം, മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ഗഹപതി, ഗ്രാമണി ആൻഡ് സേത്തിയാണ്. ഇതൊക്കെ നമ്മൾ മുൻ യൂണിറ്റിൽ പറഞ്ഞ ചില ഭരണ മേധാവികളാണ്. അവരെക്കുറിച്ച് വിശദമായിട്ടാണ് ഈ യൂണിറ്റിൽ വരുന്നത്. ചേഞ്ചിങ് സോഷ്യൽ പാറ്റേൺസ് ഇൻ ദ മഹാജനപദ പീരിയഡ്, അതാണ് ഫസ്റ്റ് വരുന്നത്. മഹാജനപദ കാലഘട്ടത്തിലെ സാമൂഹിക രീതികളിലെ മാറ്റം. മഹാജനപദ കാലത്ത് ഒരു വശത്ത് ബ്രാഹ്മണ മതവും മറുവശത്ത് ജൈനമതത്തോടൊപ്പം ബുദ്ധമതവും സ്വാധീനം ചെലുത്തിയതായിട്ടാണ് കണ്ടിരുന്നത്. അക്കാലത്ത് നിലനിന്നിരുന്ന ഏറ്റവും പ്രബലമായ ജാതികൾ ക്ഷത്രിയര്, ബ്രാഹ്മണര്, വൈശ്യര്, ശൂദ്രര് എന്നിവരാണ്. ഇതിൽ ആദ്യത്തെ 3 വിഭാഗം ആരാണത്? ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര് തുടങ്ങിയ 3 വിഭാഗങ്ങൾ പ്രത്യേക പദവികളുള്ള ഉത്തമ ജാതികളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അവസാനത്തെ ശൂദ്രർ എന്ന് പറയുന്ന വിഭാഗം മറ്റ് 3 ജാതിക്കാർക്കും വേണ്ടിയിട്ട് നിസ്സാരമായ ജോലികൾ ചെയ്യുന്ന വിഭാഗമായിരുന്നു. അപ്പോഴും ആ ജാതി നിലനിൽക്കുന്നിടത്തൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. ബ്രാഹ്മണര് അധ്യാപന ജോലികളാണ് സ്വീകരിച്ചിരുന്നത്. ക്ഷത്രിയർ ഭരണത്തിൽ ഏർപ്പെട്ടു. ഭരണപരമായ നടപടിക്രമങ്ങളൊക്കെ ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? ക്ഷത്രിയരുടെ ഉത്തരവാദിത്തമായിരുന്നു. അക്കാലത്തെ ബിസിനസ് വൈശ്യരുടെ ഉത്തരവാദിത്തത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലായിരുന്നു. ശൂദ്രര് മറ്റ് 3 വിഭാഗങ്ങളെയും സേവിക്കുന്ന ഒരു വിഭാഗം. അതാണ് 4 കൂട്ടരുടെയും ജോലി, ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഈ മഹാജനപദ കാലഘട്ടത്തിൽ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ഉദയത്തിന് മുമ്പ് നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് അത്രയും കഥകൾ. ജാതീയമായ കാർക്കശ്യത്തിൽ നിന്ന് മോചിതരാവാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പുതിയ മതങ്ങൾ ഉയർന്നു വന്നപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ സാമൂഹ്യ സാഹചര്യങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ക്ഷത്രിയർ ബ്രാഹ്മണരെക്കാൾ കൂടുതൽ പ്രാധാന്യം നേടാനുള്ള ശ്രമങ്ങൾ നടത്തി. വ്യാപാര പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ സമ്പത്ത് ആരുടെ കൈകളിൽ വന്നു? ഒരു പുതിയ വിഭാഗത്തിൻ്റെ കൈകളിൽ വന്നു. അവർ സേത്തി എന്ന പേരിൽ ശക്തി പ്രാപിച്ചു. വിവിധ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത വിഭാഗങ്ങൾ ഉയർന്നു വരികയും സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ സംഭാവന അവർ നൽകുകയും ചെയ്തു. എന്നാൽ ഈ രീതിക്ക് അതിൻ്റേതായ ചില പോരായ്മകളും ഉണ്ടായിരുന്നു. നമുക്കിതിൽ ഇനി ഓരോരുത്തരെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ പറയുന്നത് ഗഹപതിയെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ, അതായത് മഹാജനപദ കാലഘട്ടത്തിൽ ഭൂമി, കൃഷി, അടിമകൾ, കാവൽക്കാർ, വളർത്തുമൃഗങ്ങൾ, കുടുംബത്തിലെ അന്തേവാസികൾ, അംഗങ്ങൾ തുടങ്ങിയതിൻ്റെ എല്ലാത്തിൻ്റെയും ഏക ഉടമ ഗഹപതിയായിരുന്നു. അദ്ദേഹം ഈ ഗഹപതി എന്ത് തീരുമാനം എടുക്കുന്നുവോ ആ തീരുമാനത്തെ ആർക്കും മാറ്റാൻ സാധിച്ചിരുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ജനത അദ്ദേഹത്തിന് അറിയിക്കുന്ന ബഹുമതി സ്ഥാനവും കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ പ്രത്യേക വർഗത്തിൻ്റെ കാര്യത്തിൽ സമ്പത്തായിരുന്നു നിർണായക ഘടകം. അതായത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഈ ഗഹപതി വിഭാഗമാക്കിയിട്ട് നിശ്ചയിച്ചിരുന്നത്. ഗഹപതി ഗൃഹപതിക്ക് തുല്യമാണ്. ഗൃഹപതി എന്ന് പറഞ്ഞാൽ എന്താ? ഗൃഹനാഥൻ കേട്ടോ. അതിന് തുല്യമായൊരു പദവിയാണ് ഗഹപതി എന്നത്. അദ്ദേഹത്തിന് വിപുലമായ അധികാരങ്ങൾ നൽകിയിരുന്നു. ആർക്ക്? ഗഹപതിക്ക്. ഗഹപതിക്ക് ധാരാളം സ്വത്തും ഭൂമിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഉപജീവനത്തിന് വേണ്ടി ഈ ഗഹപതിയെ ആശ്രയിച്ചു. ദിഘനികായ പോലുള്ള കൃതികളിൽ പോലുള്ള കൃതികളിൽ ഗഹപതി തനിക്ക് ജോലി ചെയ്യാൻ തൊഴിലാളികളെയും അടിമകളെയും വേലക്കാരെയും മറ്റ് പ്രൊഫഷണലുകളെയൊക്കെ നിയമിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൃഷി കൂടാതെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെയും ഗഹപതി കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി. അയൽപ്പക്ക ഗ്രാമങ്ങളിലേക്കും ആവശ്യമുള്ള മറ്റ് ഇതേപോലുള്ള വിഭാഗങ്ങളിലേക്കുമൊക്കെ പാലുൽപ്പന്നങ്ങൾ അദ്ദേഹം എത്തിച്ചു കൊടുത്തു. ഈ ബിസിനസ് പരിപാലിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഗോപാലകർ എന്നൊരു പശുവിനെ പാലിക്കുന്നവർ എന്നൊരു വിഭാഗത്തെ നിലനിർത്തുകയും ചെയ്തു. ഗഹപതി. പുരാതന രേഖകൾ അനുസരിച്ച് ഗഹപതികൾ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. മാത്രമല്ല ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും വ്യാപനത്തിൽ അവർ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. അതുപോലെ നികുതി നടപടിക്രമങ്ങളിലൂടെ ഭരണം കാര്യക്ഷമമാക്കുന്നതിന്, അല്ലെങ്കിൽ കാര്യക്ഷമമായി നടത്തുന്നതിന് ഭരണാധികാരിയെ സഹായിക്കുന്നതുമായി അദ്ദേഹം അതിനുവേണ്ടിയുള്ള മറ്റു മാർഗങ്ങളും അദ്ദേഹം അതായത് ആരാണോ ആ വ്യക്തി അവർ സ്വീകരിച്ചിരുന്നു. അപ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു നല്ല മുതൽക്കൂട്ടായിരുന്നു ഗഹപതി. ഇതിൻ്റെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഈ ഗഹപതികളെ വസ്തുക്കളുടെ രൂപത്തിലോ മനുഷ്യരുടെ രൂപത്തിലോ ഒക്കെ സഹായവും കൊടുത്തിരുന്നു. ആഭ്യന്തരവും ബാഹ്യവുമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ രാജാവിന് ഗഹപതികൾ സൈനിക സഹായങ്ങളും കൊടുത്തതായിട്ട് ചില സ്രോതസ്സുകളിൽ അല്ലെങ്കിൽ ചില രേഖകളിൽ കാണുന്നുണ്ട്. ഇത്രയാണ് ഗഹപതിയെക്കുറിച്ച് പറയുന്നത്. ഇനി ഗ്രാമണിയാണ്.
ഗ്രാമണി എന്നത് ഇക്കാലഘട്ടത്തിലെ ഗ്രാമത്തിലെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രാമത്തിലെ ഉത്തരവാദിത്തമുള്ള തലവനാണ്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലും ബുദ്ധഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശങ്ങളും നൽകിയിട്ടുണ്ട്. ഗ്രാമ എന്നത് ഗ്രാമപ്രദേശങ്ങൾക്ക് നൽകിയ പേരാണ്. നിഗമ എന്നത് മാർക്കറ്റ് സെൻറ്ററുകളാണ്. നഗര എന്ന് പറയുന്നത് നഗരങ്ങളും മഹാനഗര എന്നത് മഹാനഗരങ്ങളുമാണ് സൂചിപ്പിച്ചിരുന്നത്. അക്കാലത്തെ ഗ്രാമജീവിതം ഗ്രാമത്തലവൻ്റെ ഭരണത്തിന് കീഴിലാണ് ഉണ്ടായിരുന്നത്. ഈ സ്ഥാനം വില്ലേജ് ഭരണത്തിൻ്റെയും അല്ലെങ്കിൽ വില്ലേജ് ഭരണവും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആധുനിക കാലഘട്ടത്തിൽ. ഹൈന്ദവ ഗ്രന്ഥങ്ങളും മനുസ്മൃതിയും സൂചിപ്പിക്കുന്നത് പോലെ ബന്ധപ്പെട്ട ഗ്രാമങ്ങൾക്കുള്ള നിയമം, പ്രതിരോധം, ക്ഷേമ നയങ്ങൾ ഇതൊക്കെ ഗ്രാമീണയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഗ്രാമവൃദ്ധകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ രൂപപ്പെടുത്തിയിട്ട് ഗ്രാമങ്ങളിലെ മുതിർന്ന അംഗങ്ങളടങ്ങുന്ന ഒരു കൗൺസിലാണത്. അത് രൂപപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, അവരുമായിട്ട് ആലോചിച്ചിട്ടാണ് തർക്ക വിഷയങ്ങളിലൊക്കെ തീരുമാനം എടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അന്തിമവും പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്നവയും ആയിരുന്നു. ക്രമസമാധാന ചുമതല അങ്ങനെ ആ ഒരു വിഭാഗവും ഗ്രാമണിയും കൂടിയിട്ട് അങ്ങനെ നിർവഹിച്ചു. ഗ്രാമങ്ങളെ അരാജകത്വത്തിൽ നിന്ന് സംരക്ഷിക്കാനും അദ്ദേഹം തൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചിരുന്നു. ജലസേചനം, പൊതുമരാമത്ത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹം ആവശ്യാനുസരണം നടപ്പിലാക്കി. ഗ്രാമണി മഹാപരിനിബ്ബാന സുത്ത പോലുള്ള ചില ബുദ്ധമത സ്രോതസ്സുകളിൽ നിന്ന്, ഗ്രന്ഥസ്രോതസ്സുകളിൽ നിന്ന് ഇവയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതലും ലഭ്യമായിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ രാജാവിനെ അറിയിക്കണം. അത് അവർ തീരുമാനിക്കാൻ പാടില്ല, അവർ തീർപ്പാക്കാൻ പാടില്ല. കൂടാതെ ഗ്രാമത്തിൽ ഭരണാധികാരിയുടെ ഉത്തരവുകൾ നടപ്പാക്കുന്നതിലും അവർ പ്രധാന പങ്കുവഹിച്ചു. അതായത് ഗ്രാമത്തിന് അനുയോജ്യമായ എന്തെങ്കിലും ഉത്തരവ് രാജാവ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ഗ്രാമണികൾക്കാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് ചോളന്മാർ, മൗര്യന്മാർ, ഗുപ്തന്മാർ, ചാലൂക്യർ ഇവരൊക്കെ ഈ ഭരണരീതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭരണം നടപ്പിലാക്കിയത് എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. മിക്ക ഗ്രാമങ്ങളും വാണിജ്യ വിനിമയ കേന്ദ്രങ്ങളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഗ്രാമണിയുടെ നേതൃത്വത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കുകയും ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും സമ്പന്നവും ശക്തവും ഉയർന്ന സ്വാധീനവുമുള്ള കുടുംബമാണ് ഏത് സ്ഥാനം വഹിക്കുക? ഗ്രാമണിയുടെ സ്ഥാനം വഹിച്ചിരുന്നത്. ഈ സ്ഥാനം പാരമ്പര്യ സ്വഭാവമുള്ളതാണെന്ന് ചില പണ്ഡിതന്മാർ പ്രസ്താവിക്കുന്നുണ്ട്. ചില തെളിവുകൾ പ്രകാരം ഈ രീതി ശ്രീലങ്ക പോലെയുള്ള നമ്മുടെ അയൽരാജ്യങ്ങളിൽ നിലനിന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇനി അടുത്തൊരു വിഭാഗം വരുന്നതാണ് സേത്തികൾ എന്ന് പറയും. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിക്ഷേപം, ധനസഹായം, വിൽപ്പന എന്നിങ്ങനെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ബിസിനസ് വർഗം സേത്തികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ കാലക്രമേണ അവർ വളരെ സമ്പന്നരും സ്വാധീനമുള്ള ആളുകളുമായി മാറി. നഗരങ്ങളിലും മഹാനഗരങ്ങളിലുമാണ് ഇവരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ലഭ്യമായിട്ടുള്ള തെളിവുകൾ അനുസരിച്ച് ഇവർ അറിഞ്ഞോ അറിയാതെയോ ബുദ്ധമതത്തിൻ്റെ പ്രചാരകരായിട്ട് മാറി. കാരണം വ്യാപാരികളാണ്. അപ്പോൾ ഒരേ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ഈ മതസംബന്ധമായ കാര്യങ്ങൾ അവരവിടെ പറയുകയും അങ്ങനെ ബുദ്ധമതത്തിൻ്റെ പ്രചാരകരായിട്ട് അവർ അറിയാതെ ആയിത്തീരുകയും ചെയ്തു. നഗരസമൂഹത്തിൻ്റെ നേതാക്കളായിട്ടാണ് ഇവരെ കണക്കാക്കിയിരുന്നത്. അവരുടെ സമ്പത്ത് വളരെ വളരെ വലുതായിരുന്നു എന്നാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളിൽ രാജാക്കന്മാർ പോലും ഇവരിൽ നിന്ന് സഹായം സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്നു. ഗിൽഡുകൾ ഇവർ രൂപീകരിച്ചിരുന്നു. അവയിൽ ചിലത് ആ ഗിൽഡുകൾ ഇവർ രൂപീകരിക്കുകയും ഇവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഈ സമ്പന്ന വിഭാഗത്തിൻ്റെ സഹായം കൊണ്ടാണ് കലയും വാസ്തുവിദ്യയും അക്കാലഘട്ടത്തിൽ പുരോഗതി പ്രാപിച്ചത്. ഉയർന്ന സമ്പന്നരായിരുന്ന സേത്തികൾ ചിലപ്പോൾ ഗഹപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവരുടെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പലപ്പോഴും ചക്രവർത്തി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാരണം എല്ലായിടത്തും സഞ്ചരിക്കുന്ന ഒരു വിഭാഗമാണല്ലോ വ്യാപാര ആവശ്യാർത്ഥം. ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ ഇവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സേത്തികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ വാണിജ്യ കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുകയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഉത്തരപാതയിലെയും ദക്ഷിണപാതയിലെയും ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതകളിലെ പ്രവർത്തനങ്ങളെപ്പോലും സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാജനപദങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ സേത്തികൾ വലിയ ഉത്തേജനമാണ് നൽകിയിട്ടുള്ളതെന്നാണ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഭരണത്തിലും വരേണ്യവർഗത്തിൻ്റെ ക്ഷേമ നടപടികളിലെയൊക്കെ ഇവരുടെ സഹായം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു. ഭരണാധികാരികളെയും ഇവർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ സഹായിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണാധികാരികളെ സഹായിക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ ഭരണാധികാരികളെ സഹായിക്കുന്നത് കൊണ്ട് ഇവരുടെ ചില ഇവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ചില അഭിപ്രായങ്ങൾ ഏതിനെ സ്വാധീനിച്ചു? ഭരണത്തെ സ്വാധീനിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ള ഒരു ചെറിയ യൂണിറ്റാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റ്. ഇനി നമുക്ക് 4ാമത്തെ യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.